സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ നൽകാനായി 817 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുക. വ്യാഴാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8,46,456 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി. 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത്. ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ ജീവനക്കാർക്ക് 3% ക്ഷാമബത്ത ലഭിക്കും. അതായത് മെയ് മാസം വാങ്ങിക്കുന്ന ശമ്പളത്തോടൊപ്പം 3% ക്ഷാമബത്തയും ലഭിക്കും. ഇത് ബജറ്റ് പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ്. ഏപ്രിൽ മാസം ക്ഷാമബത്ത നൽകും എന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം. ഇത് ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം എന്നാക്കി മാറ്റി. ഇതോടെ ജീവനക്കാരുടെ ക്ഷാമബത്ത 12 നിന്ന് 15%. പെൻഷൻകാർക്ക് 3% ക്ഷാമാശ്വാസവും അനുവദിച്ചിട്ടുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.